നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധനാമം രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് ദൈവപ്രകാരം ജീവിക്കുവാൻ കർത്താവിനുള്ള വിശ്വസ്തത ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ആമേൻ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. യെശയ്യാ 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. യഹോവയാം യാഹിൻ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കണ്ണുകളടക്കി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുക. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങൾ ആദ്യമേ കേട്ടതുപോലെ ഞങ്ങളുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ഇത് പ്രകാരം കർത്താവ് ലോകത്തിൽ ജീവിക്കാനുള്ള കൃപയും വിശ്വസ്തയും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചോട് അനുഗ്രഹിച്ചാട്ട് പിതാവേ. വചനം പറയുന്ന എളിയവൻ്റെ കുറവുകളൊന്നും കർത്താവേ കേൾക്കുന്ന അവിടുത്തെ മക്കളുടെ ആരുടെയും അനുഗ്രഹത്തിന് അർഹമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്ന സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ദൈവമക്കൾ. ദൈവമക്കൾ എന്ന് പലർക്കും പേരുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്രയോ പേരുണ്ട് എന്ന് നമുക്ക് നിശ്ചയമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ ആശ്രയിപ്പാൻ ദൈവമല്ലാതെ മറ്റാരുമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥം, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണല്ലോ. യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവം അവർക്ക് എല്ലാറ്റിനും എല്ലാമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, സാം ജബദര് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, സാമ്പ്രദനൊക്കെ അറിയാമായിരിക്കുന്നു, മദ്രാസിൽ. അദ്ദേഹത്തിൻ്റെ അമ്മ അരി കഴുകി ചോറുണ്ടാക്കാൻ അടുപ്പത്തിടുമ്പം പോലും ദൈവത്തിൽ പ്രാർത്ഥിച്ചു കിടത്തുള്ളൂ. അത്രയ്ക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ ഉപരി അവർക്ക് ആരും ആശ്രയമില്ല. ദൈവത്തെ കൂടാതെ അവർക്ക് ജീവിക്കുവാനും സാധ്യമല്ല. പ്രത്യേകിച്ച് പാപം നിറഞ്ഞ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ പ്രാർത്ഥന അത്യാവശ്യമാണ്. പ്രാർത്ഥന സ്വർഗം തുറക്കുന്ന താക്കോലാണ്. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം അതാണ്. യഹോവയാം യാഹിൽ, ക്രിസ്തു നമുക്ക് ശാശ്വത പാറയായിരിക്കുന്നതിനാൽ നമുക്ക് എന്നേക്കും ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൽ ആശ്രയിച്ച ജീവിച്ച ഒരു കുടുംബമായിരുന്നു എലീമേലെക്കിന്റെ കുടുംബം. ഈ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ദൈവം അവർക്ക് അനേകം നന്മകളെ കൊടുത്തു. അപ്പത്തിന്റെ നാടായ ബേത്ലഹേമിൽ ആണ് അവർ താമസിച്ചിരുന്നത്. എന്നാൽ ബേത്ലഹേമിൽ ക്ഷാമം നേരിട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം തങ്ങളുടെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച്, തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് മോവാബ് ദേശത്തേക്ക് പോയി ആ കുടുംബം. എന്നാൽ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ ദുരിതവും അരിഷ്ടതയും നിറഞ്ഞതായി തീർന്നു. നവോമിയുടെ ഭർത്താവും യൗവനക്കാരനായിരുന്ന 2 ആൺമക്കളും മരിച്ചുപോയി അവിടെ ചെന്നതിന് ശേഷം. മരുമക്കളിൽ ഒരാളായിരുന്ന ഓർപ്പ അമ്മാവിയമ്മയെ വിട്ടുപോയി. ഇപ്പോൾ ആ കുടുംബത്തിൽ നവോമിയും റൂത്തും മാത്രമേ ഉള്ളൂ. റൂത്ത് 1:21 നവോമി പറയുകയാണ്, നിറഞ്ഞവളായി ഞാൻ ഒഴിഞ്ഞുപോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു.
തന്റെ ജീവിതം കയ്പ് നിറഞ്ഞതായി തീർന്നു എന്ന് സ്വയം സമ്മതിക്കുന്നുണ്ട്. അനിഷ്ടതയും കയ്പ് നിറഞ്ഞ ജീവിതകാലത്ത് യഹോവയാം യാഹിനെ പരിചയപ്പെട്ട ഒരു അന്യജാതിക്കാരിയായിരുന്നു രൂത്ത്. അവൾ തന്റെ അമ്മാവിയമ്മയായ നവോമിയിലൂടെ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ തന്റെ ആശ്രയം ദൈവത്തിലായി. നവോമിയെ പിൻപറ്റി ബേത്ലഹേമിലെ ബോവസിന്റെ വയലിൽ എത്തിയ രൂത്തിനോട്, നിന്റെ പ്രവൃത്തിക്ക് തക്ക ഫലം യഹോവ നൽകട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചെറിയൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം തരട്ടെ എന്ന് ബോവസ് പറയുകയാണ് രൂത്തിനോട്. രൂത്ത് 2-ാം അധ്യായത്തിന്റെ 12-ാം ഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മുടെ ആശ്രയമായിരിക്കുന്ന എല്ലാവരും നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെയുള്ള അനാഥത്വത്തിന്റെയും ആശ്രയമില്ലായ്മയുടെയും ദാരുണമായ അവസ്ഥയിൽ എത്തിയവരായിരുന്നു നവോമിയും രൂത്തും. രൂത്തിനേക്കാൾ വളരെ കാലം മുമ്പേ തന്നെ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ചു വന്ന നവോമിയുടെ ഉള്ളില് ഈ അവസരത്തിൽ ഒരു കലക്കമുണ്ടായി. എന്നാൽ രൂത്ത് അല്പം പോലും കലങ്ങിയില്ല. എന്തായിരുന്നു കാരണം? ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരുന്നു. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങാറുണ്ടല്ലേ? എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് കലങ്ങുന്നു? നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നില്ല. അത് തന്നെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത്രയും കലക്കമൊക്കെ അവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും നിരാശയുടെ വാക്ക് അവരുടെ വായിൽ നിന്ന് വന്നതേ ഇല്ല. യഥാർത്ഥത്തിൽ ഇല്ലായ്മയുടെ കഥകളായിരുന്നു അവൾക്ക് പറയാനുണ്ടായിരുന്നതല്ല. ലോകപരമായി ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവ് മരിച്ചുപോയി, തലമുറയില്ല, ഉപജീവനത്തിനുള്ള മാർഗവുമില്ല. എന്നാൽ ഇതൊന്നും അവളെ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ നിന്നും മാറ്റിയില്ല. ബോവസിന്റെ വയലിൽ കൊയ്യുവാനല്ല അവൾ പോയത്. എല്ലാവർക്കും ബോവസിന്റെ വയലിൽ കൊയ്യുവാൻ സാധ്യവുമല്ല. അവൾ ഒരു പരദേശിയായി അവിടെ വന്നവളാണ്. എന്നാൽ അവളുടെ ജീവിതത്തിലെ വിശ്വസ്തത ദൈവം കണ്ടിരുന്നു. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം എന്റെയും നിങ്ങളുടെയും ഹൃദയത്തെ കാണുന്ന കർത്താവാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ, ഏത് നിമിഷവും കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടുള്ള ദൈവസ്ഥനിൽ നാം എപ്പോഴും ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായത്. അദ്ദേഹം ജയിലിലായിരുന്ന സമയം പത്രങ്ങൾ വായിക്കുവാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തിരുന്നില്ല. എന്നാൽ വായിക്കുവാനുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ മഹാത്മാഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ ചികിത്സിക്കുവാൻ ജയിലറയിൽ വന്ന ഡോക്ടർ അന്നത്തെ പത്രം കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തെ ചികിത്സിച്ചിട്ട് ആ പത്രം അവിടെ വെച്ച് മറന്നുപോയി. അതേ ദിവസം വൈകിട്ട് വീണ്ടും പരിശോധിക്കുവാൻ ഡോക്ടർ വന്നപ്പോൾ അദ്ദേഹം വെച്ചിരുന്ന അതേ സ്ഥാനത്ത് തന്നെ പേപ്പർ ഇരിപ്പുണ്ട്. ഉടനെ ഡോക്ടർ ചോദിച്ചു, അങ്ങ് ഈ പത്രം വായിച്ചില്ലേ? ഗാന്ധി പറഞ്ഞു, ഇല്ല. എന്താ കാരണം? എനിക്ക് ജയിലിൽ പത്രം വായിക്കുവാൻ അനുവാദമില്ലല്ലോ എന്ന്. അതിന് വിപരീതമായി ഞാൻ വായിച്ചാൽ ഞാൻ വിശ്വസ്തനായിരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രം വായിക്കാതിരുന്നതെന്ന്. ഇത് കേട്ട് ഡോക്ടർ പറഞ്ഞു, ഈ വിശ്വസ്തതയാണ് താങ്കളെ മഹാനാക്കി തീർത്തത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വിശ്വസ്തത നമ്മളെ വലിയവനാക്കി തീർക്കും. കർത്താവിനോടുള്ള വിശ്വസ്തത മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ വലിയവനാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തരായിരിക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് ലോകത്തിൽ താളം തെറ്റുകൾ ഉണ്ടാക്കുന്നത്. ആർക്കും ആരെയും വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുക. അപ്രകാരം വലിയൊരു അവിശ്വസ്തത മനുഷ്യ ജീവിതത്തിൽ കൊടികുത്തി വാഴുകയാണ്. ഇക്കാരണത്താൽ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ പരസ്പര നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുകയാണ്.
ഈ നില മനുഷ്യനെ കൂടുതൽ സംശയാലുക്കളാക്കി തീർക്കുന്നു. ഒരു വീട്ടിലെ അംഗങ്ങൾ പോലും തമ്മിൽ സംശയമാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല. അപ്രകാരം ഒരു നിലവാരത്തിലേക്ക് കടന്നു വന്നിരിക്കുക ലോകം. വിശ്വാസത്തിനോ വിശ്വസ്തതയ്ക്കോ ഇന്ന് ലോകത്തിൽ സ്ഥാനമേ ഇല്ല. ജീവിതത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മനുഷ്യർ അവിശ്വസ്തരായി തീർന്നിരിക്കുന്നത്. അവിശ്വസ്തത മൂലം കിട്ടുന്ന ലാഭം കൊണ്ട് ജീവിതം സുഖപ്രദമാക്കാമെന്ന് മനുഷ്യൻ കരുതുകയാണ്. എന്നാൽ ഈ ചിന്ത മനുഷ്യ മനസ്സുകളെ കൂടുതൽ ദുഷ്ടതയുള്ളതാക്കി തീർക്കുകയാണ്. ഒട്ടുമുക്കാൽ ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ നാം കാണുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, എന്നാൽ ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ജീവകിരീടം തരും. അപ്പോൾ നമുക്ക് ജീവകിരീടം പ്രാപിക്കുവാൻ കർത്താവിനോടും മനുഷ്യരോടും നാം എപ്പോഴും വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നാം അന്യനും പരദേശികളുമാണെന്നുള്ളത് എപ്പോഴും നാം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, എവിടെയാകുന്നു? സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം. ഈ ലോകത്തില് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അടങ്ങിയ ദൈവവചനമാണ് നമ്മുടെ ആശ്രയം. ഒരിക്കല് ഓരോ രാജ്യങ്ങൾ കാണുന്ന ഒരു 5-6 പേർ ഒരുമിച്ച് ഒരു രാജ്യം സന്ദർശിച്ചു. അപ്പം അവിടെ അവർ ചെന്നപ്പോൾ ഒരു മല കണ്ടു. ആ മലയുടെ മുകളിൽ അവർ കയറി. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു കുടിൽ കണ്ടു, ഒരു പഴയ കുടില്. ആ കുടിലിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കുവാനായിട്ട് ഇവർ അതിനകത്ത് ചെന്നപ്പോൾ ഒരു സന്യാസി അതിനകത്തിരിക്കുന്നു. അവിടെ ഒരു പഴയ കട്ടിലും ഒരു പഴയ കസേരയും മാത്രം കണ്ടു. അപ്പോ ഈ ചെന്നവർ ചോദിച്ചു, താങ്കളുടെ സാധനങ്ങളൊക്കെ എവിടെ? ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെന്ന്. ഉടനെ ഈ സന്യാസി ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെയാണ്? ഉടനെ ഇവർ പറഞ്ഞു, ഞങ്ങൾ യാത്രയിലാണ്, അതുകൊണ്ട് ഒന്നും ഞങ്ങൾ കരുതിയില്ല എന്ന്. ഉടനെ ഈ സന്യാസി പറഞ്ഞു, ഞാനും യാത്രയിലാണ്. കേൾക്കുന്ന ദൈവജനമേ, പിറന്നു വീഴുന്ന സമയം മുതൽ മരിക്കുന്ന ആ ദിവസം വരെ ഞാനും നിങ്ങളീ ലോകത്തിലൊരു യാത്രയിലാണ്. ഇതിനിടയ്ക്ക് നാം എന്തെല്ലാം സ്വരുക്കൂട്ടുന്നു, എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നാം ഓടുന്നു. ഈ ലോക ജീവിത യാത്രയില് നാം അനേകരെ ദിവസവും കണ്ടുമുട്ടുന്നു. ചിലരെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നാം കാണുന്നു. ചിലരുടെ വിരോധം നമ്മൾ കൈപ്പറ്റുന്നു, ചിലരുടെ സ്നേഹം നമ്മൾ പിടിച്ചു പറ്റുന്നു. ചിലർ ലോകപ്രകാരം ജീവിച്ച് ദൈവവചന വിരുദ്ധമായി പ്രവർത്തിച്ച് നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്യുന്നു. മറ്റു ചിലർ ദൈവഹിതപ്രകാരം ജീവിച്ച് സ്വകീയ കനാൻ ദേശത്തേക്കും യാത്ര ചെയ്യുന്നു. എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ലോക ജീവിതയാത്ര വിശുദ്ധ വേദപുസ്തക പ്രകാരം ഏറിയാൽ 80 സംവത്സരം മാത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനത്തിന്റെ 54-ാം വാക്യത്തില് ദാവീദ് പറയുകയാണ്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നുവെന്ന്. ഞാൻ എന്തെങ്കിലും ഈ ലോകത്തിൽ പരദേശികളാണ്. നാം ഈ ലോകത്തിൽ പരദേശികളായി ജീവിക്കുമ്പോൾ കർത്താവിന്റെ വചനം ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ആശ്രയം, മറ്റൊന്നുമില്ല. ഞാനോ നിങ്ങളോ സമ്പാദിച്ചു കൂട്ടിയ ബാങ്ക് ബാലൻസോ, നമ്മൾ വാങ്ങിക്കൂട്ടിയ വില കൂടിയ കാറോ, നമ്മൾ പണിത് കൂട്ടിയ 2 നില വീടോ, നമ്മുടെ കുടുംബ മഹിമയോ, നമ്മുടെ ജോലിയോ, നമ്മുടെ ആരോഗ്യം ഒന്നും അതിന് കാരണമല്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 1 പറയുകയാണ്, കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ആ അറിവോടുകൂടി വേണം നാം ലോകത്തിൽ ജീവിപ്പാൻ. ആ അറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിന്റെ പിന്നാലെ ഓടാതിരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രസംഗ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. രൂത്ത് നവോമിയിൽ നിന്നാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചത്. ആത്മീയ ജീവിതത്തില് മാതാവും പിതാവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരിക്കണം. എപ്പോഴും ഏത് കാര്യവും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മിൽ നിന്നാണ് പഠിക്കുന്നത്. ആത്മീയരുടെ മക്കൾ ആത്മീയരാകും, കള്ളന്മാരുടെ മക്കൾ പെരുങ്കള്ളനാകും. ഒരിക്കല് കള്ളനായ ഒരു പിതാവിനെ അന്വേഷിച്ച്
പോലീസുകാർ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നു. പോലീസുകാർ വരുന്ന അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു, ഞാൻ കിണറ്റിൽ ഇറങ്ങിയിരിക്കാൻ പോവുകയാണ്, ഞാൻ ഇവിടെ ഇല്ല എന്ന് പോലീസുകാരോട് പറഞ്ഞേക്കണമെന്ന്. പോലീസ് വീട്ടിൽ വന്ന് എല്ലാവരോടും ചോദിച്ചു, ഈ മനുഷ്യൻ എവിടെയെന്ന്. എല്ലാവരും പറഞ്ഞു, അറിയില്ല, രാവിലെ പോയതാണ്. അപ്പം ഇതെല്ലാം ആദ്യം മുതൽ കേട്ടുകൊണ്ടിരുന്നൊരു കൊച്ചുകുട്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞു, അച്ഛൻ കിണറ്റിലെങ്ങുമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. അവൻ എവിടെ നിന്നാണ് പഠിച്ചത്? അവന്റെ വീട്ടിൽ നിന്ന് അവർ കൊച്ചുകുട്ടി സകലതും പഠിക്കുന്നത്. ആകയാൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണി അറിഞ്ഞ് സത്യത്തിന് ഏറ്റ വിധത്തില് രൂത്ത് നവോമിയോട് പറ്റി നിന്നു. വായിച്ച രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യം, പഴയ നിയമത്തിലെ 266 പേജ്. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ 266. അതിന് രൂത്ത് എന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും നിന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതാരോടാ പറഞ്ഞത്? രൂത്ത് ആരായിരുന്നു? നവോമി ആരായിരുന്നു? ഒരു മരുമകൾ അമ്മായിയമ്മയോട് പറയുക, മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല എന്ന്. ഇന്ന് ഈ ലോകത്തില് ഇങ്ങനെ ഒരു ബന്ധം കാണുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ബേത്ലഹേമിലെത്തുന്നതിന് മുമ്പ് മോവാബിൽ വെച്ച് തന്നെ അവൾ തീരുമാനമെടുത്തു, തന്നെ പിന്തുടരുന്നതിനാൽ ഒരു നന്മയ്ക്കും വഴിയില്ല, അതുകൊണ്ട് തിരിച്ചു പോവുക എന്ന് മരുമകളോട് നവോമി തീർത്തു പറഞ്ഞു. ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളും അനുഭവിച്ച് മുമ്പോട്ടുള്ള ജീവിതം നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി ആണ് രൂത്ത് തന്റെ തീരുമാനമെടുത്തത്. വിശ്വാസ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതിരിക്കാൻ നാം കർത്താവിൽ ആശ്രയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല, അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുകയില്ല. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം അവസാനത്തോടെ എന്നെ നടത്തുവാൻ ശക്തനാണ് എന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കൃപയിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 15-ന്റെ മധ്യഭാഗത്ത് കാണുന്നു, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലമെന്ന്. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ ബലം. 1-ാം നൂറ്റാണ്ട് മുതല് ദൈവസഭ അനേക പ്രശ്നങ്ങളെ നേരിട്ട സഭയാണ്. നമ്മുടെ മുൻകാല വിശുദ്ധന്മാർ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് മുമ്പോട്ട് പോയത്. ആത്മീക ജീവിതത്തില് ദൈവത്തിലില്ലാതെ മറ്റൊരാശ്രയം അവർക്കുണ്ടായിരുന്നില്ല. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന ദൈവത്തിന്റെ വാഗ്ദത്തം അവർ മുറുകെ പിടിച്ച് ജീവിച്ചു. അവരെ വിളിച്ച് ദൈവം വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന്, അവർ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. അവർക്ക് ആ നിശ്ചയം ഉണ്ടായിരുന്നതിനാലാണ് ദൈവഹിതപ്രകാരമുള്ള ആത്മീക ജീവിതം നയിക്കുവാൻ അവർക്കിടയായി തീർന്നത്. അവർ ദൈവത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരുന്നു. ഇന്ന് എത്ര പേര് ദൈവത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ജോലിയുടെ തിരക്കുകൾക്കിടയിൽ നമുക്ക് ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ദൈവശബ്ദത്താലും സ്വർഗീയ ദർശനത്താലും ഓരോ ദിവസവും തങ്ങളുടെ ആശ്രയം അവർ ദൈവത്തിൽ ഉറപ്പിച്ചു പോന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ പൂർണ്ണമായി രൂത്ത് ആശ്രയിച്ച് തന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നതായിരുന്നു അവളെ കുറിച്ച് ധനികനായ ബോവസിന്റെ പ്രശംസ. അവൾ ഒരു മനുഷ്യനിലും തന്റെ ആശ്രയം വെച്ചില്ല. വായിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യിരെമ്യാ 17-ന്റെ 5.
യെരമ്യാവ് 17:5. യഹോവ ഇപ്രകാരം അരുളി ചെയ്തു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ പൂജ്യമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത് വായിച്ച 7-ാം വാക്യം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നോക്കണേ, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ഭാഗ്യാവസ്ഥയെ കാണിക്കുന്നത്. നാം നമ്മുടെ ദൈവത്തില് പൂർണ്ണ ആശ്രയമാണോ വെച്ചിരിക്കുന്നത്? ഒരു സ്വയശോധനയ്ക്കുള്ള സമയമാകട്ടെ ഇന്ന് രാവിലെ സമയം. നാം പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ, അവിടുത്തെ വിശുദ്ധ കരം ഈ സമയം നമ്മുടെ മേൽ നീട്ടുവാനും തയ്യാറാണ്. നമുക്ക് വിരോധമായി പോരാടുന്ന ശത്രു അവന്റെ ആയുധം വെച്ച് കീഴടങ്ങും എന്നുള്ളതിന് സംശയമില്ല. ശാരീരികമായ രോഗങ്ങളും ബലഹീനതകളും നമ്മെ നശിപ്പിക്കുവാൻ പോകുന്ന എല്ലാ ദുഷ്ടശക്തികളും ദൈവകരങ്ങളാൽ തകർക്കപ്പെടും. എന്നെ വിളിച്ച എന്റെ ദൈവമാണ്, ഞാൻ എന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് പൂർണ്ണമായും ദൈവഭാഗം സമർപ്പിച്ച് പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ഇന്ന് രാവിലെ സമയം ഏറ്റുപറയാം. ഹല്ലേലൂയ. 37-ാം സങ്കീർത്തനത്തിൽ 24-ാം വാക്യം ഒരു യഥാർത്ഥ ദൈവ പൈതലിനെ കുറിച്ച് പറയുകയാണ്. അവൻ വീണാലും നിലം പരിച്ചാകയില്ല, യഹോവനെ കൈപിടിച്ചു താങ്ങും. സർവശക്തനായ ദൈവം തന്റെ ഭക്തന്മാരെ വളരെ അത്ഭുതകരമായി സംരക്ഷിക്കുമെന്ന് സത്യവേദ പുസ്തകത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്നും രക്ഷിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ ബാലന്മാരെ കത്തുന്ന തീച്ചൂളയിൽ നിന്ന് ദൈവം വിടുവിച്ചു. ആ ദൈവം എന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രതീക്ഷിക്കാത്ത നിലയിലായിരിക്കും ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്. രക്ഷയ്ക്കുള്ള വഴിയെല്ലാം അടഞ്ഞുപോയെന്നാലും നാം ഒരിക്കലും ഭാരപ്പെടരുത്. കർത്താവിന്റെ കരങ്ങളിൽ നാം എപ്പോഴും സുരക്ഷിതരാണെന്നുള്ള ഒരു യഥാർത്ഥ ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സംരക്ഷണയെ കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അവിടെ ഒരു കഥ ഇങ്ങനെ എഴുതിയിരുന്നു. ഫലസ്തീൻ നാട്ടില് ഭയങ്കരമായ തണുപ്പ് സമയത്ത് ഭയങ്കര മഞ്ഞ് വീഴ്ചയുണ്ടായി. അപ്പൊ മഞ്ഞ് ഇങ്ങനെ വളരെയധികം പെയ്തിറങ്ങി വീടുകളുടെ എല്ലാം മുകളിൽ ഇങ്ങനെ നിറഞ്ഞു. അതിൽ ഒരു വീടിന്റെ മുകളിൽ അതിശക്തമായ മഞ്ഞ് വീഴ്ച ഉണ്ടായി. ഈ സമയം നോക്കി ഒരു കള്ളൻ ആ വീടിന്റെ ഉള്ളിൽ കടന്നു. ആ വീടിനുള്ളിൽ കടന്നപ്പോൾ അവിടെ ഉറങ്ങിക്കിടന്ന കൊച്ചു കുഞ്ഞ് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ഈ കള്ളന് ഈ കുഞ്ഞിനെ എടുത്തോടി വെളിയിൽ കൊണ്ട് കിടത്തി. അവിടെയും കിടന്ന് ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഉറങ്ങിക്കിടന്ന മാതാപിതാക്കൾ എഴുന്നേറ്റ് വെളിയിലേക്ക് ഓടി ആ കുഞ്ഞിനെ എടുക്കുവാനിടയായി. ഇവർ വെളിയിലേക്ക് ഓടി ഇറങ്ങിയതും ആ വീട് അപ്പാടെ നിലം പതിക്കുവാനിടയായി. പിറ്റേ ദിവസം ആൾക്കാർ വന്ന ഈ വീടിന്റെ അവശിഷ്ടങ്ങളെല്ലാം തപ്പിയപ്പോൾ അതിനിടയ്ക്ക് കള്ളനായ മനുഷ്യന്റെ മൃതശരീരം അവിടെ വെറുങ്ങലിച്ച് കിടക്കുന്നതാണ് കണ്ടത്. കർത്താവ് നമ്മെ എത്രത്തോളം ഏതെല്ലാം സാഹചര്യത്തിൽ കരുതുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. മുമ്പേ നമ്മൾ സാക്ഷ്യം കേട്ടല്ലോ, സാമ്പ്രവർ വീണു, അങ്കിള് വീണു. ഒരു പൂർണ്ണ പോലത്തെ ആ ദൈവത്തിന്റെ കരങ്ങൾ ദൈവം നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച വിശ്വാസിയുടെ കുടുംബത്തെ ദൈവം പൂർണ്ണമായി സംരക്ഷിച്ചു. 37-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കാണുന്നത്, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവൻ നിന്നെ കാത്തുകൊള്ളും, അവൻ നിന്നെ സൂക്ഷിക്കും. ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അവിടുന്ന് ദൈവം നമ്മെ കാത്തുപരിപാലിക്കുവാൻ ശക്തനാണ്. അവൻ നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാനും ശക്തനാണ്. ഈ വചനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. വിശുദ്ധനും നീതിവനമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ചില മണിക്കൂറുകൾ തിരുസന്നിധിയിൽ ആയിരിക്കാൻ ഞങ്ങൾക്ക് തുറന്നിടയാക്കിയല്ലോ. തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ കർത്താവേ. അങ്ങനെ പാടി സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവേ, സാക്ഷ്യം കേൾക്കുവാനും അവിടെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന് നന്മകളെ ഓർത്ത് മഹത്വപ്പെടുത്തുവാനും കർത്താവേ, അവിടുത്തെ വചനം കേൾക്കുവാനും എല്ലാം ഞങ്ങളെ അവിടുത്തെ സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ കർത്താവേ. ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന സ്വർഗീയ പിതാവേ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ, അവിടുത്തെ കടന്നു വരുമ്പോൾ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തോട് പ്രാണത്യാഗത്തോളം പോരാടി ജീവിപ്പാൻ, പാപം നിറഞ്ഞ ലോകത്തിലുള്ള കർത്താവേ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ അമൃത കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ വഴിയാത്രയിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ മടയാത്രയിൽ കൂടെ ഉണ്ടായിരിക്കണമേ പിതാവേ. ആയിരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖങ്ങളെ സ്ഥലം താഴ്ത്തി സമർപ്പിക്കുന്നു സ്വർഗീയ പിതാവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ കേൾക്കണം.